വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട ഉദ്ഘാടനത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് മന്ത്രി വി.എൻ. വാസവൻ. ഒരു വർഷത്തിനുള്ളിൽ ലോകത്തിലെ കൂറ്റൻ കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നുപോയത് അഭിമാനകരമെന്നും ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ മന്ത്രി പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണക്കള്ളന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് സർക്കാർ ലക്ഷ്യം. പ്രതിപക്ഷത്തിന്റേത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളെന്നും 2010 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചാൽ പ്രതിപക്ഷത്തിന് അത് ബൂമറാങ്ങായി മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ജനുവരി 24-ന് തുടക്കമാവുകയാണ്. തുറമുഖത്തിന്റെ ആദ്യഘട്ടം നൽകിയ ആത്മവിശ്വാസവും അഭിമാനവും വളരെ വലുതെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ ലോകത്തിലെ കൂറ്റൻ കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നുപോയത് അഭിമാനകരമാണ്. തുറമുഖത്തുനിന്ന് ഇറക്കുമതിയും കയറ്റുമതിയും സാധ്യമാക്കുന്ന എക്സിം കാർഗോ സേവനങ്ങളുടെയും ദേശീയപാതയുടെയും ബൈപ്പാസിലേക്ക് നിർമ്മിച്ച പുതിയ പോർട്ട് റോഡിന്റെയും ഉദ്ഘാടനവും ചടങ്ങിനോടനുബന്ധിച്ച് നടക്കും. ഏതാണ്ട് 10,000 കോടി രൂപ നിക്ഷേപമുള്ള വികസന പദ്ധതി പൂർത്തിയാകുമ്പോൾ തുറമുഖത്തിന്റെ വാർഷിക ശേഷി 15 ലക്ഷം TEU-ൽ നിന്ന് 50 ലക്ഷം TEU ആയി ഉയരും. വിഴിഞ്ഞം രണ്ടാം ഘട്ടത്തിലേക്ക് കുതിക്കുന്നത് കേന്ദ്ര അവഗണനയെ അതിജീവിച്ചെന്നും ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. നമുക്ക് 871.71 കോടി രൂപ തരേണ്ട സ്ഥാനത്ത് അത് വായ്പയായിട്ട് മാത്രമേ തരൂ എന്ന് വാശി പിടിച്ചു. അവസാനം തർക്കവും വിവാദവുമായി നിന്നിട്ട് തുറമുഖോദ്ഘാടനം നടക്കാതിരിക്കേണ്ട എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആലോചിച്ചത് എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ വായ്പയായിട്ടാണ് യഥാർത്ഥത്തിൽ BJP ഇപ്പോൾ വന്നിരിക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും കേന്ദ്ര ഗവൺമെൻറ് ഈ പ്രോജക്റ്റിന് വേണ്ടി 1 രൂപ പോലും തന്നില്ല എന്നുള്ള ഖേദകരമായ അവസ്ഥ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ നിൽക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് സർക്കാർ ലക്ഷ്യം. നടക്കുന്നത് സത്യസന്ധമായ അന്വേഷണം. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് നീക്കം. വലിയ കൊള്ള നടത്തിയ പോറ്റി സോണിയാഗാന്ധിയുടെ വീട്ടിൽ എങ്ങനെ എത്തിയെന്ന ചോദ്യത്തിന് പ്രതിപക്ഷം ഇനിയും ഉത്തരം നൽകിയിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു. 2010 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചാൽ പ്രതിപക്ഷത്തിന് അത് ബൂമറാങ്ങായി മാറുമെന്നും മന്ത്രി വ്യക്തമാക്കി. സോണിയാഗാന്ധിയെ പോലെ സെറ്റ് കാറ്റഗറി സെക്യൂരിറ്റിയുള്ള ഉന്നതയായ ഒരു നേതാവ് ഏതു തരത്തിലുള്ള കള്ളന്മാർ വന്നാലും കയറ്റി അവിടെ സ്വീകരിക്കുന്ന ശൈലി ഒരിക്കലും ശരിയല്ലല്ലോ. രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ഗൗരവമേറിയ പ്രശ്നമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ആ ഒരു മറുപടി തൃപ്തികരമല്ല എന്നുള്ളത് മാത്രമല്ല, എങ്ങനെയാണ് ഈ ബന്ധം ഉണ്ടായത് എന്നുള്ളതിന് ഒരു വിശദീകരണം ആ കാര്യത്തിലില്ല. നമുക്ക് 2010 മുതൽ 2025 വരെയുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കണം, സമഗ്ര അന്വേഷണം വേണമെന്നും നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കള്ളന്മാരെ കൊണ്ടുവരികയും സ്വർണം ശബരിമല എത്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് നിലപാട് എന്നുള്ളത് ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ED നീക്കം തിരഞ്ഞെടുപ്പ് നീക്കമാണ്. EDയെ ഒരു ഉപകരണമാക്കി മാറ്റുകയാണ് കേന്ദ്രം. തിരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടാണ് ED പരിശോധനയെന്നും മന്ത്രി. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ ഘട്ടങ്ങളിലും BJP ഇതര സംസ്ഥാനങ്ങളിൽ രംഗപ്രവേശം ചെയ്യുന്നൊരു കൂട്ടരാണ് ED. വലിയ രൂപത്തിലുള്ള കറപ്ഷനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രതിയോഗികളെ അമർച്ച ചെയ്യാനും വേണ്ടി EDയെ ഒരു ടൂളാക്കി മാറ്റുക എന്ന രൂപത്തിലേക്കാണ് സെൻട്രൽ ഗവൺമെൻറ് ആ രംഗത്ത് ഇടപെട്ടതെന്ന് നമ്മൾ അന്ന് കണ്ടു, ബംഗാളിൽ കണ്ടു, പല മേഖലയിൽ കണ്ടു. NSS SNDP സമുദായ ഐക്യത്തിൽ 2 മുന്നണികളോടും സർക്കാരിന് ഒരേ നിലപാടെന്നും മന്ത്രി വി.എൻ. വാസവൻ ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.